ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടക്കസ് ട്രെയിൻ. നമ്മളപ്പോൾ ഇന്നലെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് സാധനങ്ങളൊന്നുമില്ല, കാരണം 1 month ആയില്ല പോയിട്ട്. അപ്പോൾ നമ്മളുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തും പിന്നെ നമ്മൾ മേടിക്കാൻ നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ്, അങ്ങനത്തെ കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയും പപ്പയും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ നമ്മൾ പെട്രോൾ അടിക്കാമെന്ന് ഓർത്ത് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. മമ്മി ഇതിൻ്റെ അകത്തിരിക്കുകയാണ്. മമ്മിക്ക് ഭയങ്കര ചമ്മല്. നല്ല രസമില്ലേ കാണാൻ? അപ്പൊ ഒരു ഹായ് പറയണുണ്ടാവും. നമ്മൾ ഓൾറെഡി ഇന്നലെ നാട്ടിലല്ല ഓസ്ട്രേലിയയിൽ എത്തിയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് വർക്കുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഈവനിങ് ആണ് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. മമ്മിക്ക് ജീൻസ് ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിലും മമ്മിക്ക് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. മമ്മി ആദ്യമായിട്ടാണ് ഈ ചുരിദാറിൽ നിന്ന് സാരിയിൽ നിന്നൊക്കെ ഒരു മോചനം നൽകി ജീൻസിലേക്ക് ഇവിടെ വന്നപ്പോ ആദ്യമായിട്ടാട്ടോ ഇടണേ. അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ട് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണേ. നമുക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഇങ്ങനെ ഒരു വ്ലോഗ് എടുക്കണോന്ന് പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എടുത്ത വ്ലോഗാട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു കുട്ടി വ്ലോഗായിരിക്കും. എന്നാലും നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ ഒരുമിച്ച് ഒരു ഗ്രോസറി ഷോപ്പിംഗ് നടത്തിയത് എപ്പോഴും ഒരു നല്ലൊരു മെമ്മറി തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഓർത്തു ഇതൊരു വ്ലോഗായിട്ട് ഇടാന്ന്. നമ്മൾ ചുമ്മാ മമ്മീനും പപ്പേനെയും ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. തണുപ്പുണ്ട്, പക്ഷെ കട്ടയല്ല, ഫ്രീസ് ചെയ്തേക്കല്ല, പക്ഷെ തണുപ്പുണ്ട്. എന്നിട്ട് ഇതിന് എക്സ്പയറി കണ്ട 26-ാം തീയതി വരെ ഇത് യൂസ് ചെയ്യാം. പക്ഷെ ഇത് 25-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും അത് റേറ്റ് കുറച്ചിടും. അങ്ങനെ നമ്മൾ 1 month ആയി എല്ലാം ഇവിടെ വന്നിട്ട്. അപ്പം 1 month ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി എല്ലാം യൂസ് ചെയ്തായിരുന്നു. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്നും മേടിച്ചില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ എന്താ പറയുക, സവോള, തക്കാളി, പച്ചമുളക്, അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിക്കണം. അപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ട് കോൾസി വന്നേക്കാണ് മമ്മീനും പപ്പേനെയും കൂട്ടി. ചില സമയത്ത് എനിക്ക് തോന്നുന്നു സീസൺ ആവുമ്പോഴാണ് ഗ്രേപ്സിനൊക്കെ റേറ്റ് കുറവായിരിക്കും. ഇപ്പോൾ ഫൈനാന്ന് തോന്നുന്നു, $6.90 ഒക്കെ ഉണ്ടാവും. പക്ഷെ സാധനമില്ല. ഗ്രീൻ ഗ്രേപ്സ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അത് മേടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി കഴിയുമ്പോൾ $17 എന്തോ ആയിരുന്നു. ഇത് വേണ്ട മമ്മി മീനിരിക്കണോ? അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പൊന്ന സോസേജ് വേണമെങ്കിൽ മേടിക്കായിരുന്നല്ലോ. അല്ല, സോസേജ് നീ കഴിച്ചതാണ്, ഇവര് കഴിച്ചിട്ടില്ലല്ലോ. കണ്ട, ഇങ്ങനെ ഓരോരോ സെക്ഷനിൽ ഓരോരോ സാധനങ്ങൾ. അപ്പൊ ആ സെക്ഷൻ നോക്കിയിട്ട് ഇല്ലെങ്കിൽ കണ്ടത് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സെക്ഷൻ നമ്പർ നോക്കിയിട്ട് കയറിയാൽ മതി. നമ്മളൊരു ഡബിൾ ക്രീമും കൂടെ എടുത്തിട്ടുണ്ട്. അല്ല, ഡബിൾ ക്രീം അല്ലേ, യോഗേർട്ട്. 2 ടൈപ്പ് ഉണ്ട്. അത് ഫുൾ ക്രീം അല്ലാത്ത അതിന് മൊത്തം ഇതുണ്ടാവും. അത് എക്സ്പയറി ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് ഫുൾ ക്രീം അല്ലാതെ വേറെ സ്കിം മിൽക്ക് ഉണ്ട്. ഒരു ബോഡി വാഷ് എടുത്തു. സൺഫ്ലവർ ഓയിലും കൂടെ ഇരിക്കട്ടെ. സൺഫ്ലവർ ഓയിൽ മാറ്റിയിട്ട് നമ്മൾ ഈ ഓയിൽ എടുത്തു. കോക്കനട്ട് മിൽക്ക് എടുക്കാം. പ്രീമിയം കോക്കനട്ട് മിൽക്ക്. വീട്ടിൽ പോയി കുക്ക് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫ്രീ റേഞ്ച് ചിക്കൻ റോസ്റ്റ്. ഇത് മറ്റേ കോക്കനട്ട് വാട്ടർ മമ്മി. കരിക്കും വെള്ളം കുപ്പിയിലാക്കി വെച്ചാണ്. പിന്നെ ക്ഷമയില്ലാത്തോണ്ട് ബില്ല് പേ ചെയ്യാണ്ട് എന്നെ പൊടിച്ചു കുടിച്ചു. അതന്നെ സെറ്റ്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ലൈഫൊക്കെ ഒന്ന് റീസെറ്റ് ആയി വരണുള്ളൂ കേട്ടോ. കാര്യം ജെറ്റ് ലാഗും പിന്നെ അതുമല്ല നമ്മൾ ഈ 1 month ലീവ് എടുത്തോണ്ട് തരണേ.
നമുക്ക് ഇനിയും ലീവ് എടുക്കാൻ പറ്റാത്തത് മൂലം നമ്മൾ വന്ന് പിറ്റേ ദിവസം തന്നെ നമ്മൾ ജോലിക്ക് കയറിട്ടോ. എന്തായാലും മമ്മീനെ ആ റെഡ് ടോപ്പിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അല്ലേ, നിങ്ങൾക്ക് എന്താ തോന്നണേ? സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജീസും പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കോൾസൻ്റെ തൊട്ടടുത്ത് ഇവിടെ വേറൊരു കടയുണ്ട്. അപ്പോൾ ഫ്രഷ് ഫുഡ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി മേടിക്കാൻ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഓർത്ത്. മാങ്ങയുടെ സീസൺ കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ മാങ്ങ ഇരിപ്പുണ്ടായില്ല. അതേ മാങ്ങ ഇരിക്കണം. എടുക്കണ സമയത്ത് കവർ തീർന്നേക്കാം. കവർ എടുത്തിട്ട് അതിനകത്ത് വേണം ഇടാനായിട്ട്. സംഭവം നല്ല മധുരമാണ്, പക്ഷെ നല്ലത് നോക്കി എടുക്കാനാണ് മാത്രം പാട്. നല്ലതെന്ന് തോന്നണല്ലോ കണ്ടിട്ട്. നമുക്ക് പോയിട്ട് സവോള മേടിച്ചിട്ട് വരാം. സവോള ഇവിടുന്നാ മേടിക്കാറ്. ആ പൊട്ടറ്റോ ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ. ഇത് മറ്റേ മധുരക്കിഴങ്ങ് മമ്മി. ഇത് ഒരെണ്ണത്തിന് വലിയ ഒരു 5 കിലോ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. അത് 1 കിലോന് $2. അതിൽ കൂടുതലുണ്ടാവും. ഇല്ല, റേറ്റ് സെയിം ആണ്. രണ്ട് ടൈപ്പ് മാങ്ങയാണ്. 10 കിലോണോ? പോരട്ടെ, പൊടിയില്ലേ? ദേ മമ്മി വെളുത്തുള്ളി. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വെളുത്തുള്ളി വലിയതാന്ന്. നല്ല മധുരമാണ്. പിന്നെ തക്കാളി എടുത്തോ. മമ്മി ഉദ്ദേശിച്ചത് വീട്ടിലുണ്ടാവുന്ന ചെടിയാണോ? അതല്ലത്. മമ്മി ഇയാളെ കണ്ടിട്ടുണ്ടോ നോക്കിയേ? റോസ്മേരി. ഈ സാധനമാണ് മറ്റേ എണ്ണ കാച്ചാനും ഇതിനൊക്കെ എടുക്കണേ. തലമുടിയൊക്കെ നല്ലതാ. ഇത് വെള്ളം തിളപ്പിച്ചിട്ട് തലയിൽ സ്പ്രേ ചെയ്യും. വെറുതെ പെട്ടെന്ന് മുടി വളരും. നല്ലതാ. ടൊമാറ്റോ, ക്യാരറ്റ്. മമ്മി ഇതിരിക്കണ നോക്കി, ക്യാബേജ് ഇരിക്കണ നോക്കി. മാറ്റി വെച്ചാണ് വെളുത്തുള്ളി. ഈ മാള് കാണാൻ നല്ല രസമാണ്. പക്ഷെ അവിടെ ഇപ്പൊ വെള്ളത്തിന്റെ ഇത് സ്റ്റോപ്പ് ചെയ്തോന്ന് അറിയാൻ പാടില്ല കേട്ടോ. അവിടെ ഒരു വെള്ളം തന്നെ ഒരു സ്ഥലം ഉണ്ട്. എന്നിട്ട് അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. നല്ലതാ. ഇതൊരു പ്രാവശ്യം മേടിച്ച് വെക്കാം. ഞാൻ വെക്കാം. സ്വിം കിടക്കുന്നു. അവിടെ കിടക്കുന്നു സ്വിം. That's it. കണ്ടാ, ഇതിക്കൂടെ തന്നെ ഇറങ്ങി അതിക്കൂടെ തന്നെ കേറിക്കോളും. നമ്മൾ അതുപോലെ തന്നെ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എനിക്ക് ആ ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അയ്യോടാ, അതെനിക്ക് കിട്ടിയില്ലായിരുന്നു. കൊള്ളാം. ഞങ്ങള് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തി. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ്. ബൈ ബൈ.